നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹായ് എവരി വൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് സെമിസ്റ്ററിന്റെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ BA മലയാളത്തിൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാ, പേപ്പേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ പേപ്പറായിട്ട് വരുന്നത് നമുക്ക് ചെറുകഥാ സാഹിത്യമാണ്. രണ്ടാമത്തെ പേപ്പറായിട്ട് വരുന്നത് സംസ്കൃത ഭാഷാ പരിചയം എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട്. അതുപോലെ തന്നെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്, പിന്നെ മറ്റൊരു പേപ്പർ വരുന്നത് ക്രിമിനോളജിയാണ്. അങ്ങനെ ടോട്ടൽ 4 പേപ്പേഴ്സാണ് നമുക്ക് വരുന്നത്. അതിൽ 2 കോമൺ പേപ്പേഴ്സും 2 പേപ്പേഴ്സ് മെയിൻ പേപ്പേഴ്സും ആണ് ഉണ്ടായിരിക്കുക. അതിൽ കോമൺ പേപ്പേഴ്സ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് 3 വർഷത്തെ ഡിഗ്രിയാണ്. ഏറ്റവും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രം ഓരോ സബ്ജക്റ്റും നിങ്ങൾ ചൂസ് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആ സബ്ജക്റ്റ് എടുത്തിട്ടുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് അത് ആ ഒരു സബ്ജക്റ്റ് ഈസി ആയിക്കൊള്ളുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന സബ്ജക്റ്റ് ഏതാണോ അതനുസരിച്ച് വേണം നിങ്ങൾ ഓരോ കോഴ്സസും സെലക്ട് ചെയ്യാനായിട്ടും. അതുപോലെ തന്നെ 3 വർഷം നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാനുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് 3 വർഷത്തോളം പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണോ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് അതനുസരിച്ച് സബ്ജക്റ്റ് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ കംപ്ലീറ്റ് ഈ സർവീസും നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി അതല്ല, പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഈ ഒരു സെക്കൻഡ് സെമ്മിൽ മെയിൻ പേപ്പേഴ്സ് ആയിട്ട് വരുന്നതും അല്ലെങ്കിൽ കോമൺ പേപ്പേഴ്സ് ആയിട്ട് വരുന്ന സബ്ജക്റ്റ് ഏതാന്നുള്ളതൊക്കെ മെയിൻ ആയിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യാം. അപ്പൊ ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്